I am really excited to be there in Russia and I know you are praying for me. നിങ്ങൾ പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. നിങ്ങളും ഞാനും ചേർന്നായിരിക്കും അവിടെ ശുശ്രൂഷിക്കുന്നത്. മാത്രമല്ല ഈ ശനിയാഴ്ച കണ്ണൂരിൽ തോമസ് കുട്ടി ബ്രദർ നമ്മുടെ കുടുംബ സംഗമം ആ ടിവിയിൽ നമ്മൾ കണ്ട് ഒരു കുടുംബമായിരിക്കാണ് കണ്ണൂരിൽ തോമസ് കുട്ടി ബ്രദർ വരും. ഇറ്റ് വിൽ ബി എ വെരി പവർഫുൾ മീറ്റിംഗ്. സോ 2 കാര്യമാണ് നിങ്ങളെ ഭരമേൽപ്പിക്കുന്നത്. ഒന്ന്, ഞാൻ റഷ്യയിൽ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ കുടുംബമായിട്ടാണ് അവിടെ പോകുന്നത്. 2, തോമസ് കുട്ടി ബ്രദർ കണ്ണൂരിൽ വരുമ്പോൾ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ വരണം. കർത്താവായ യേശുവിന്റെ ദിവ്യശക്തി രുചിച്ചറിയുവാൻ ലെറ്റ് us be very very excited. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കണ്ണൂരിൽ ജനുവരി 8 മറ്റന്നാൾ രാവിലെ 9 മുതൽ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയം, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, യോഗശാല റോഡ്. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ വീണ്ടും യേശുക്രിസ്തുവിനോടൊപ്പം നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ച ദയക്കായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ചയിൽ ഓരോ ദിവസവും നിങ്ങൾ അനുഗ്രഹത്തിലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I know that you are a blessed person in Jesus Christ. ഒന്ന് പറഞ്ഞേ, യേശുക്രിസ്തുവിൽ ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഒന്നുകൂടെ പറഞ്ഞേ, യേശുക്രിസ്തുവിൽ ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഒരു ഹൈ എസ്റ്റീം കാണണം. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഒരു നല്ല ധാരണ കാണണം. എന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകും. ഓർത്ത് നോക്കിക്കേ, പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസിന് താൻ വലിയ കരിസ്മാറ്റിക് ലീഡറൊന്നുമല്ല. തന്റെ പ്രസംഗം കേട്ടാൽ പൗലോസിന്റെ പ്രസംഗം കേട്ട് അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ ഒരാൾ ഉറങ്ങിപ്പോയിട്ട് താഴെ വീണു. പക്ഷെ താൻ പെർസിസ്റ്റന്റ് ആയിരുന്നു. താൻ വീണെടുത്തവനെ, മരിച്ചയാളിനെ ഉയർപ്പിച്ചിട്ട് വീണ്ടും പ്രസംഗിച്ചു. തന്റെ ശൈലിയോ തന്റെ കരിസ്മ അല്ല നടത്തിയത്, തന്റെ പാഷൻ ഫോർ ജീസസ് ക്രൈസ്റ്റ്. തന്റെ കഴിവ് എവിടെയായിരുന്നു ചോദിച്ചാൽ, ഒരു കടലാസും പേനയും കൈ കൊടുത്താൽ താൻ എഴുതാൻ തുടങ്ങിയാൽ ക്രിസ്തുവിന്റെ വെളിപ്പാടും ഒരു പട്ടണത്തെ പോലും കീഴ്മേൽ മറിക്കുന്ന വെളിപ്പാട് താൻ കയ്യിൽ എഴുതി തരും. സോ ഒരു പക്ഷെങ്കിൽ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല, എഴുതാൻ പറ്റുമായിരിക്കും. യു ആർ എ മെമ്പർ ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് നോ യു ആർ എ ബ്ലെസ്ഡ് പേഴ്സൺ ആൻഡ് യു ഹാവ് എ പൊസിഷൻ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അത് തിരിച്ചറിയുക ഏറ്റവും വലിയ ഭാഗ്യം. തിരിച്ചറിയിക്കാനാ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരും ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. ടു ടെൽ യു, യു ആർ ദിസ് ബോഡി, യു ആർ ദിസ് പാർട്ട് ഓഫ് ദ ബോഡി. നെവർ ഗെറ്റ് ഡിസ്കറേജ്. ചിലരൊക്കെ പറയാറുണ്ട്, എനിക്ക് കഴിവില്ലല്ലോ. കഴിവില്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ട്, ടാലന്റ് ഉണ്ട്, അകത്തുണ്ട്. അത് കർത്താവ് വെളിപ്പെടുത്തും. ഡോണ്ട് ബി ഡിസ്കറേജ്ഡ്. ഒന്നുകൂടെ എന്റെ കൂടെ പറയണം, ഐ ആം എ ബ്ലെസ്ഡ് പേഴ്സൺ ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിൽ ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4-ാം അധ്യായം 12, 13, 14 വാക്യത്തിൽ ഇങ്ങനെ, വി ആർ സ്വിമ്മിങ് ഇൻസൈഡ് ആൻഡ് വി ആർ ഗോയിങ് സ്വിമ്മിങ് ഈവൻ ഡീപ്പർ. അതിന്റെ കാരണം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആ 3-4 വാക്യത്തിനകത്ത് ഇരിക്കുന്ന മിസ്റ്ററീസ് is so deep and it is so powerful. You have to understand, you have to listen so that you will become bold. നമ്മൾ ബലം പ്രാപിക്കുവാനാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് സഭ എന്ന് പറയുന്നത് ഒരു ബോർഡ് വെച്ച ഒരു സ്ഥലമല്ല, അതിനേക്കാളും അപ്പുറം. ഇറ്റ് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതിനൊരു ഉത്തരവാദിത്വമുണ്ട്. വെറും ശരീരത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. തല പറയുന്നത് ചെയ്യുവാൻ, തല എന്തൊക്കെ പറയുന്നു അതുപോലെ തന്നെ ചെയ്യുവാൻ. അപ്പോൾ തന്നെ ശരീരമാണ് എല്ലാ കാര്യങ്ങളും. എക്സിക്യൂഷണറി ഫംഗ്ഷൻ ഓഫ് ദ ഹെഡ് ഇസ് ദ ബോഡി എന്ന് പറഞ്ഞാൽ, ഇന്ന് ഭൂമിയിൽ എന്തെങ്കിലും യേശുവിന് ചെയ്യാനുണ്ടോ, യേശു ആകുന്ന തല ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തന്റെ ശരീരത്തിലൂടെ ചെയ്തുള്ളൂ. അതാണ്, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകും. സൗഖ്യമാക്കുന്ന ആള് യേശുവാ. എന്നാൽ നിങ്ങളുടെ കൈ വേണം അവിടെ പോയി നിൽക്കാൻ. നിങ്ങളൊന്ന് പറയണം അത് നടക്കുവാൻ. നിങ്ങളൊന്ന് കാണണം ആ കമ്പാഷൻ വരുവാൻ. സോ യു ആൻഡ് ഐ ആം എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട്, വൺ വിത്ത് ക്രൈസ്റ്റ് ജീസസ്. യേശു തല, ഞാൻ ശരീരം. ആ ശരീരത്തെക്കുറിച്ച് ആണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. തലയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് മുഴുവൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണ്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം അതുകൊണ്ട് ഒരു ഗോൾഡ് മൈൻ. AD 60-61 പൗലോസ് എഴുതിയതാണ്. തന്നെ ആദ്യത്തെ പ്രാവശ്യം സഭയെക്കുറിച്ച്
പറഞ്ഞു വരുമ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ബുക്ക് ഓഫ് എഫീഷ്യൻസ് ആൻഡ് വി ആർ ലേണിംഗ് ഫ്രം ദ ബുക്ക് ഓഫ് എഫീഷ്യൻസ്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വരെ നമ്മൾ എത്തി. അതിന്റെ 16-ാം വാക്യം എന്ന് പറയുന്നത് 11 മുതൽ അതിന്റെ കണ്ടിന്യൂറ്റിയാണ് 16 വരെ നമ്മൾ എത്തിയിരിക്കുന്നത്. ശരീരത്തെ എണ്ണത്തിൽ വർദ്ധിപ്പിക്കുകയും അകത്തുനിന്ന് സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്ന 5 ശുശ്രൂഷകർ, അവരുടെ മെസ്സേജ്. 5 ശുശ്രൂഷകർ ഏതൊക്കെയാ? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ. അങ്ങനെ 5 ശുശ്രൂഷകരും അവരുടെ മെസ്സേജ് എന്തായിരിക്കണം? വിശ്വാസത്തിന്റെ ഐക്യത, സഭയ്ക്കകത്ത് ഐക്യത കൊണ്ടുവരുന്നവരാ. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം, നോളജ് ഓഫ് ദ സൺ ഓഫ് ഗോഡ്, പെർഫെക്റ്റ് മാൻ അല്ലെങ്കിൽ പുരുഷത്വം. 4, ആ കാലത്തിന് തക്കോണമുള്ള വളർച്ച. ക്രിസ്തു യേശുവിലാണ് വളർച്ച ഉണ്ടാകുന്നത്. പൗലോസ് പറയുമ്പോൾ ഐ ഹാവ് ലേബേർഡ്, അത് ഒരു പ്രസവ വേദനയോടെ ഞാൻ അധ്വാനിച്ചു ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവാൻ. കാരണം ക്രിസ്തു ഉരുവായാൽ മാത്രമേ നിങ്ങൾക്ക് ധൈര്യം വരുത്തുള്ളൂ, നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ ഓരോ ഉപദേശത്തിന്റെ അളവ്, ഉപദേശത്തിന്റെ കാറ്റിന് ഒലയരുത്, മറിച്ച് ക്രിസ്തു ആകുന്ന തലയോളം മുറുകെ പിടിച്ചാൽ ഇറ്റ് വിൽ ഗ്രോ, എവറി ഓർഗൻ വിൽ ബി ഇൻ പൊസിഷൻ. യേശു ക്രിസ്തുവുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ബന്ധം ഉണ്ടായാൽ അതിലുണ്ടാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് താഴ്മയുണ്ടാകും. ഐ വിൽ ബി ഹംബിൾ, ഐ വിൽ സെർവ് അതേഴ്സ്. ഒരിക്കലും ഞാൻ ബോസ്റ്റ് ചെയ്യത്തില്ല, ഞാനാ വലിയ ആള്. ഇപ്പം കണ്ണ് പറയത്തില്ല ഞാനാണ് വലിയ, ഞാനെല്ലാം കാണുന്നത്, അതുകൊണ്ട് ശരീരത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഞാനാന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് ഹാർട്ട് പറയും ഞാൻ ഇടി നിർത്തിയാൽ നിന്റെ കാര്യം പോക്കാം. അപ്പോൾ ലിവർ പറയും ഹാർട്ട് അത്ര വലിയ ആൾ കളിക്കണ്ട, ഞാനും സമരം ചെയ്താൽ നീയും പോക്കാം. പകരം അവരെന്താ ചെയ്യുന്നത്? അവര് ഏറ്റവും ചെറിയ അവയം മുതൽ ഏറ്റവും വലിയ അവയങ്ങൾ ഫംഗ്ഷൻ ചെയ്യുക, ഒന്നിച്ച് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഈ കോംപ്ലക്സ് ബോഡിനെ കൺട്രോൾ ചെയ്യുക. തലയാ ഓരോന്നും ഓരോ ഗ്ലാൻസിന് സിക്രീഷൻ കൊടുക്കുന്നത്, തക്ക സമയത്ത് എല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു യേശുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടോ? ദൈവസഭകൾ അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരം ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം ഒന്നിച്ച് നടക്കുമ്പോൾ there is growth. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എത്തുമ്പോൾ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഇതേ വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം പറയാ, ലെറ്റ് നോ വൺ ചീറ്റ് യു ഓഫ് റിവാർഡ്, ടേക്കിംഗ് ഡിലൈറ്റ് ഇൻ ഫോൾസ് ഹ്യൂമിലിറ്റി, worshipping of angels, intruding into those things which are not seen, vainly puffed up in the fleshy mind. Now, ഇതേ ഫ്ലഷി മൈൻഡിനെ കുറിച്ച് we will come to Ephesians back, but I'm going through എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4-ന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യത്തിന്റെ ഒരു നട്ട്ഷെൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുക. എന്തുകൊണ്ട് ക്രിസ്തുവിനെ നാട്ടായിരിക്കണം നമ്മൾ റൂട്ടിടുന്നത്? അതിന്റെ മുമ്പേ, യേശു ക്രിസ്തു വരുന്ന മുമ്പേ നമ്മൾ പഴയ നിയമങ്ങളെല്ലാം വായിക്കുമ്പോൾ അവിടെ ഓരോ പെരുന്നാള്, വാവ്, ശബ്ബത്ത് ഇതെല്ലാം ഡിനോട്ട് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവിനെ മുൻകൂറായിട്ടുള്ള ഒരു നിഴലായിരുന്നു. അതുവരെയും വ്യക്തമായ ഒരു കാഴ്ച അവർക്കില്ല. രക്ഷകൻ വരുന്നുണ്ടെന്നറിയാം, രക്ഷകൻ വന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ശേഷം എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ അത് പൗലോസാണ് തന്റെ ലേഖനത്തിലൂടെ, പരിശുദ്ധാത്മാവ് തന്നിലൂടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെ കൺഫ്രണ്ട് ചെയ്യുക. 1 ഭയം, 2 കുറ്റബോധം അല്ലെ ഗിൽറ്റ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയാണ്, ഹാവിംഗ് വൈപ്ഡ് ഔട്ട് ഓൾ ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ലോ വിച്ച് വാസ് കോൺട്രറി ടു അസ്. അഥവാ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തുകൾ നടുവിൽ നിന്ന് നീക്കി ക്രൂശിൽ തറച്ചു. അതുകൊണ്ട് തന്നെ അത് ഒബേ ചെയ്യാത്തതിന്റെ അല്ലെങ്കിൽ അത് എനിക്ക് അനുസരിക്കാൻ പറ്റാത്തതിന്റെ ഗിൽറ്റ് കോൺഷ്യസ് മാറുക. നമ്പർ 2, അപവാദം പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ എന്നെ തകർക്കുമെന്ന്, ഇത് കാരണം തകർച്ച വരുമെന്ന് ഭയപ്പെട്ടിരുന്ന പിശാചിനെ ഒരിക്കലായി എന്നേക്കുമായി ഡിസാം ചെയ്ത് ക്രൂശിൽ തറച്ച് പരസ്യക്കോലമാക്കി. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ആയി കഴിഞ്ഞപ്പോൾ ആണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, therefore there is no condemnation for those who are in Christ Jesus. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇനിയും ഒരു ഗിൽറ്റിലല്ല, കണ്ടംഡ് ആയിട്ട് നടക്കുന്നതല്ല. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം പറഞ്ഞു കഴിഞ്ഞ ഉടനെ അതിന്റെ 16-ാമത്തെ അധ്യായത്തിൽ പറയാം, ലെറ്റ് നോ വൺ ജഡ്ജ് യു
നിങ്ങളെ ആരും കുറ്റം വിധിക്കരുത്. റോമർക്കെഴുതിയ ലേഖനം 8 അവസാനം ഈ കണ്ടംനേഷനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഹൂ ഈസ് ദെയർ ടു ജഡ്ജ്? ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഹു ഡൈഡ്, ക്രൈസ്റ്റ് ഹു റോസ് അപ്പ്, ആൻഡ് ഹി ഈസ് സ്റ്റിൽ ഇന്റർസീഡിംഗ് ഫോർ യു. റോമർക്കെഴുതിയ ലേഖനം 8 34 വാക്യമാ. ആരാ കുറ്റം വിധിക്കാനുള്ളത്? ആരാ കുറ്റം വിധിക്കാനുള്ളത്? കാര്യം എന്നെ തന്നെ കുറ്റം വിധിക്കാനുള്ള റൈറ്റ് എന്റെ നഷ്ടപ്പെട്ടു. കാരണം യേശുവാ എന്നെ വിടുവിച്ചത്. യേശുവിന്റെ രക്തത്താൽ എന്റെ പാപം ക്ഷമിക്കപ്പെട്ടത്. മാത്രമല്ല ഇന്ന് യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇന്റർസീഡും ചെയ്തുകൊണ്ടിരിക്കുക. സോ ലെറ്റ് നോ വൺ ജഡ്ജ് യു റിഗാർഡിംഗ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്, ഓർ ഇത് തിന്നു അത് തിന്നരുത്, ശബ്ബത്ത് ആചരിച്ചില്ല എന്ന് പറഞ്ഞാൽ, ശബ്ബത്ത് എന്ന് പറഞ്ഞാൽ സ്വസ്ഥത, റെസ്റ്റ്. ദൈവം ഒരു ദിവസം റെസ്റ്റ് എടുത്തു. ഉടനെ അത് കർത്താവായ യേശു എന്ന് കർത്താവ് പറഞ്ഞു, ശബ്ബത്തിനേക്കാളും വലിയവൻ ഇവിടെ വന്നിരിക്കുന്നു. ഹീ ഈസ് റെസ്റ്റ്. യേശു ക്രിസ്തുവാ റെസ്റ്റ്. യേശു ക്രിസ്തുവിലായിരിക്കുന്ന ഒരാൾക്ക് സ്വസ്ഥതയാണ്. അപ്പം ആ സ്വസ്ഥത വരുന്നു എന്ന് ആചരിച്ചുകൊണ്ടിരുന്നതായിരുന്നു ശബ്ബത്ത്. അപ്പം ശബ്ബത്തിനെ പിന്നെയും ക്രിസ്തു യേശുവിന് ശേഷം ആചരിക്കേണ്ട ആവശ്യമില്ല. ശബ്ബത്ത് ഇന്ന് പുതിയ നിയമവിശ്വാസിക്കില്ല. ഹിസ് റെസ്റ്റ് ഇസ് നോട്ട് ഒരു ആചരണമല്ല. ഇറ്റ് ഈസ് നോട്ട് പെർഫോമിംഗ് എ റിച്വൽ കോൾഡ് സാബത്ത്, ബട്ട് ഇറ്റ് ഈസ് എക്സ്പീരിയൻസ് ഓഫ് ട്രൂ റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്നിട്ട് പറഞ്ഞിട്ടാണ്. സോ ഇത് ചെയ്യണമെന്ന് പറയുന്നവരെ കുറിച്ച് പൗലോസ് അവിടെ എഴുതുക, ലെറ്റ് നോ വൺ ചീറ്റ് യു. നിങ്ങളെ ആരും ചീറ്റ് ചെയ്യരുത്. ഓഫ് യുവർ റിവാർഡ്, ടേക്കിംഗ് ഡിലൈറ്റ് ഇൻ ഫോൾസ് ഹ്യൂമിലിറ്റി, വർഷിപ്പിംഗ് ഓഫ് ഏഞ്ചൽസ്. മായ താഴ്മ എന്ന് പറയുന്നത് ഭയങ്കര ഫോൾസ് ഹ്യൂമിലിറ്റി കാണിക്കുക. കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ സൗമ്യനായിരിക്കണം, ഉള്ളിലുണ്ട് ഇതെല്ലാം കിട്ടണമെന്ന്, ഉള്ളിലുണ്ട് സമൃദ്ധിയായി ജീവിക്കണമെന്ന്, ഉള്ളിലുണ്ട് ഇതെല്ലാം നല്ലതൊന്ന് അനുഭവിക്കണമെന്ന്. പക്ഷേ പുറമെ കാണിക്കുക എനിക്ക് ഇതൊന്നും ആവശ്യമൊന്നുമില്ല. മായ താഴ്മ. 2 വർഷിപ്പിംഗ് ഓഫ് ഏഞ്ചൽസ്, ദൂതന്മാരുടെ ആരാധന. നോക്ക്, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റത് ഈ എല്ലാം പ്രവൃത്തികളെ അവസാനിപ്പിക്കാനാ. മാത്രമല്ല ആരാധനയ്ക്ക് യോഗ്യൻ ഒന്നേ ഉള്ളൂ, അത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാ. വെളിപ്പാട് പുസ്തകം 22 8 വാക്യം മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് യോഹന്നാൻ, നൗ ഐ John saw and heard these things, and when I heard and saw, I fell down to worship before the feet of the angel who had shown me all these things. And he said to me, see that you do not do that, for I am your fellow servant and your brethren of the prophets and of those who keep the word of this book. Worship God. നോക്ക്, അവിടെ യോഹന്നാൻ ഇത്രയും വലിയ ദർശനം കാണിച്ച ദൂതന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുമ്പോൾ ദൂതൻ പറയാം, അരുത്, ഞാൻ ഈ വചനം അനുസരിച്ചവരുടെ സഹോദരനാ, ഞാൻ നിങ്ങളുടെ സേവാത്മാവ്. ഐ എം ഹിയർ ടു സെർവ് യു. വർഷിപ്പ് ഗോഡ്. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്, വർഷിപ്പിംഗ് ഓഫ് ഏഞ്ചൽസ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് വന്നിരിക്കുക, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചത് ഇന്ന ദൂതനോട് ആരാധിച്ചത് കൊണ്ടാണ്. this is not right. This is not right. ഒരു ദൂതൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാ. ആ സൃഷ്ടിക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ദൂതൻ എന്ന് പറയുന്നത് സേവാത്മാക്കളാ. നിങ്ങളെയും എന്നെയും ദൈവം മക്കളുടെ കൂടെ നടന്ന് ശുശ്രൂഷിക്കുന്നതും സഹായിക്കുന്നവനും ആ ദൂതൻ. ആരാധനയ്ക്ക് യോഗ്യൻ ഒന്നേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ആൻഡ് ദ സബ്സ്റ്റൻസ് ഇസ് ക്രൈസ്റ്റ്. ദീസ് ആർ ഓൾ ദ ഷാഡോ ഓഫ് തിങ്സ് ടു കം, ബട്ട് ദ സബ്സ്റ്റൻസ്, റിയാലിറ്റി അഥവാ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ തൊട്ടറിയാവുന്ന റിയാലിറ്റി എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. ബാക്കി മുഴുവൻ നിഴലായിരുന്നു. ചിലർ ഇങ്ങനെ പറയാറുണ്ട്, നിഴലില്ലാതെ പൊരുളുണ്ടോ? ഞാൻ അവരോട് തിരിച്ചു പറയാം, നിഴൽ എന്ന് പറയുന്നത് പൊരുളുള്ളത് കൊണ്ടാണ് നിഴൽ വന്നത്. ഞാൻ ഈ കൈ ഉയർത്തുമ്പോൾ ഇതിന്റെ നിഴൽ വീഴുന്നത് നിഴൽ ഉണ്ടായിക്കൊണ്ടല്ല പൊരുളുണ്ടായത്, ഈ സബ്സ്റ്റൻസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് അതിന്റെ ആ നിഴൽ വീണത്. ക്രൈസ്റ്റ് ഇസ് ദ സബ്സ്റ്റൻസ്. And when you are united with him in Christ, you are greater than anyone on this world. You can do all things. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ don't miss the next episode. We are going to continue on this topic on Christ. കാര്യം, it is so important.
യേശു ക്രിസ്തുവിൽ ഒരാളായി കഴിഞ്ഞാൽ ഹി ഈസ് പവർഫുൾ. യു ആർ പവർഫുൾ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാൽ അസാധ്യമായതൊന്നുമില്ല. യേശു ക്രിസ്തു നിങ്ങളുടെ അകത്തായിരിക്കുന്നത്. നിങ്ങളുടെ വായിലൂടെ യേശുവിന്റെ നാമത്തിൽ ഈ മല നീങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ നടക്കും. ഇന്ന് പ്രിയമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങൾ ലോകത്തിന്റെ ഏത് രാജ്യത്തിലാണേലും, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടതായിക്കോട്ടെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ പേര് മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ യു ഡോണ്ട് ഹാവ് ടു ചേഞ്ച് എനിത്തിങ്, ബട്ട് You have authority in Jesus Christ. നിങ്ങളുടെ അകത്തിരിക്കുന്ന യേശു ഈ ലോകത്തിലെ ഉള്ളവനെക്കാളും വലുതാ. ഹയർ ദാൻ എവറി സർക്കംസ്റ്റാൻസസ്, ഹയർ ദാൻ എനിത്തിങ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ സർക്കംസ്റ്റാൻസ്. എന്ത് സാധിച്ചോട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഇവിടെയും അവിടെയും നേർച്ചയിട്ടുകൊണ്ട് നടക്കുന്നതിന്റെ സമയത്ത്, ഇവിടെയും അവിടെയും ആശ്രയിക്കുന്ന സമയത്ത്, നിങ്ങളിലുള്ള ക്രിസ്തുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ അത് നടക്കട്ടെ എന്ന് കൽപ്പിച്ചാൽ അത് അതുപോലെ തന്നെ സംഭവിക്കും. കാരണം ഈ വചനം മാറിപ്പോകത്തില്ല. യേശുവിന്റെ നാമത്തെങ്കിൽ എല്ലാം മുഴങ്കാൽ മടങ്ങിയേ മതിയാകത്തുള്ളൂ. Use the name of Jesus. Today morning I encourage you, shake yourself, stand up, arise, change your destiny in the name of Jesus. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഭാവിയെ നിങ്ങൾക്ക് മാറ്റാം. The authority is in your mouth. Authority is right inside of you in the name of Jesus. Let us pray. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, കർത്താവേ, അവരുടെ ഉള്ളിൽ അങ്ങുണ്ടല്ലോ. അങ്ങയുടെ നാമം അവരുടെ നാവിൽ ഉപയോഗിക്കുമ്പോൾ ആ അത്ഭുതം അവരുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ സംഭവിക്കും. രോഗത്തിൽ യേശുവിന്റെ നാമത്തിൽ നീങ്ങട്ടെ എന്ന് പറയുമ്പോൾ അത് നടക്കും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തിന്റെ നാമമായ യേശുവിന്റെ നാമം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം പിതാവേ. നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവർ നിസ്സാരരല്ല. ക്രിസ്തു യേശുവിൽ അവർ വലിയവർ. അവർ തൊടുന്നതെല്ലാം സാധിക്കും. അവർ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട സാന്നിധ്യത്തിനായി നന്ദി. അഭിഷേകത്താൽ നിറയ്ക്കണമേ. Pour your anointing upon everyone who is listening to me today morning and let them arise in the name of Jesus. അവരുടെ മേൽ അഭിഷേകം പകരണം. ക്രിസ്തു യേശുവിൽ അവർ ഉയരട്ടെ. കർത്താവെ, അങ്ങനെ തന്നെ ചെയ്തതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Don't miss the next episode. We'll continue on this topic. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. So over to healthy and happy tips.